അല്ലേ, ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. സാർ വരൂ. വെൽക്കം ടു ACE സ്റ്റഡി അബ്രോഡ്. അപ്പം ഏത് രാജ്യമാണ് സാർ നോക്കുന്നത്? അത് നല്ലൊരു സ്ഥലമാണ്. സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? സാറിൻ്റെ നമ്പറിലേക്ക് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഫീസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും കറൻസിൻ്റെ വാല്യൂ കുറഞ്ഞു കൂടി ഇരിക്കുകയാണ്. സോ അതനുസരിച്ച് ഫീസ് കൂടും. ആൻഡ് അത് സാറിന് വാട്സപ്പിൽ അയച്ച ഡീറ്റെയിൽസ് ഓക്കെ മാത്രമേ സാറിന് മാഡത്തിന് അയച്ച ഡീറ്റെയിൽസ് ഓക്കെ മാത്രമേ എന്താ പറയുക വിസ കിട്ടത്തുള്ളൂ. കാരണം വിസ വെച്ചിട്ടായ പിന്നെ കുറച്ച് പാടാണ്. ഒരു ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി അബ്രോഡിൽ തന്നെ എന്താ പറയുക റിപ്പീറ്റർ സെൻ്ററുണ്ട്. അപ്പോൾ സാറിന് ചെറിയൊരു റാങ്കിൻ്റെ വ്യത്യാസത്തിലാണ് സാറിൻ്റെ മോർണിംഗ് സീറ്റ് കിട്ടാത്തത്. ഡീറ്റെയിൽസ് കൊള്ളാം. പക്ഷേ സാർ ട്യൂഷൻ ഫീ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വാങ്ങിക്കുന്ന ഫീസ് കുറയ്ക്കാൻ പറ്റും, പക്ഷേ ട്യൂഷൻ ഫീ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. നമ്മുടെ കറൻസി ആ രാജ്യത്തിലും കറൻസി വാല്യൂ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി വാല്യൂ ഇൻക്രീസ് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ശരി. വിദേശത്ത് പോകും കുറേ പിള്ളേരെല്ലാം ഇപ്പോൾ വിദേശത്ത് പോകുന്നുണ്ട്. എന്തിനാണ് ഇന്ത്യയിലെ കുട്ടികൾ വിദേശത്ത് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യുക.